പനി പിടിച്ചു ഗൈസ്. ഇന്നലെ അത്യാവശ്യം നല്ല പനിയും തൊണ്ടവേദനയൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ നിജിക്ക് ലീവ് ആയിരുന്നു, ഫ്രൈഡേ ആണല്ലോ. അതുകൊണ്ട് കംപ്ലീറ്റ് അങ്ങോട്ട് റെസ്റ്റ് എടുത്തു. അല്ലെങ്കിലും എനിക്ക് റെസ്റ്റിന് വലിയ കുറവൊന്നുമില്ല. പതിവില്ലാത്ത മോർണിംഗിലുള്ള കുളിയും പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് ചേഞ്ചും എല്ലാം കൂടെയാണ് ഈ പനിയുടെ കാരണമെന്ന് എൻ്റെ ഗവേഷണത്തിലൂടെ ഞാൻ കണ്ടെത്തി. ഇന്നലെ അത്യാവശ്യം നല്ല രീതിക്ക് പനി ഉണ്ടായിരുന്നു. അതുകൊണ്ട് കംപ്ലീറ്റ് ബെഡ് തന്നെ ആയതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ വൈകുന്നേരം പോയി ഡോക്ടറെ കാണിച്ച് ടാബ്ലറ്റ്സ് ഒക്കെ എടുത്തതിന് ശേഷം ഇപ്പം ഓക്കെ. ഇന്നലെ കംപ്ലീറ്റ് ഡ്യൂട്ടി നിജിയുടേതായിരുന്നു. അതുകൊണ്ട് സമയാസമയം നല്ല ഫുഡും എല്ലാം കിട്ടി. ഇപ്പം ഇങ്ങനെ എഴുന്നേറ്റ് നടക്കുന്നതിന് ഒരു കാരണം അവൻ തന്നെയാണ്. കാരണം എന്നെ നന്നായിട്ട് കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ചൂടുവെള്ളം മാത്രമേ ഞാൻ കുടിക്കാറുള്ളൂ. കാരണം അത്യാവശ്യം തൊണ്ടവേദന ഉള്ളതുകൊണ്ട് അതങ്ങോട്ട് കംപ്ലീറ്റ് അങ്ങോട്ട് മാറിയിട്ടില്ല. റൂമൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് മെസ്സായി കിടക്കുകയാണ്. ആദ്യം തന്നെ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കണം, എന്നാൽ മാത്രമേ ഒരു ഉഷാറുള്ളൂ. ബെഡ്ഷീറ്റൊക്കെ നന്നായി വിരിച്ച് വെച്ച് റൂമൊക്കെ നല്ല രീതിക്ക് തന്നെ അടിച്ചു വാരി വൃത്തിയാക്കി. ബെഡ്റൂമൊക്കെ വൃത്തിയായി കിടന്നില്ല, അങ്ങോട്ട് പോകാൻ തന്നെ തോന്നത്തില്ല. അടുത്ത അധ്യായം കിച്ചൺ. ഇതിന്ന് രാവിലെ നിജിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഓംപ്ലേറ്റ് ഉണ്ടാക്കി കൊടുത്ത കോലാണ് കാണുന്നത്. പിന്നെ അതങ്ങ് ഒതുക്കി പെറുക്കി വൃത്തിയാക്കിയിട്ട് വെച്ചു. പിന്നെ എനിക്ക് കുറച്ച് ചായ ഒക്കെ ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കി. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് പ്രത്യേകിച്ച് വിഭവമൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാ ശനിയാഴ്ചയും രാവിലെ ബ്രെഡും ഓംപ്ലേറ്റ് അല്ലെ ബുൾസൈ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് കഴിക്കാറ്. ഇന്നും ആ പതിവ് ഞാൻ തെറ്റിച്ചുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് എനിക്കെന്തോ ഓംപ്ലേറ്റ് കഴിക്കാനൊരു മൂഡ് ഉണ്ടായിരുന്നില്ല. പനിയായി കഴിഞ്ഞാൽ ബണ്ണ്, കഞ്ഞി ഇതൊക്കെയാണല്ലോ മെയിൻ. അതുകൊണ്ട് ഒരു ഗ്ലാസ് ചായയും ബണ്ണും കൂട്ടി ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ അങ്ങ് ഒതുക്കി. അത് കഴിഞ്ഞ് നമ്മൾ ടാബ്ലറ്റ്സ് ഒക്കെ എടുത്ത് ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് അന്നം വെട്ടിങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരുന്ന് നെറ്റ്ഫ്ലിക്സും പ്രൈമും ഒക്കെ നോക്കി ഒരു പഴയ ഒരു മൂവി അങ്ങോട്ട് കാണാമെന്ന് വിചാരിച്ചു. മേലെപ്പറമ്പിൽ ആൺവീട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സിനിമ. അങ്ങനെ അത് തന്നെ കണ്ടു കളയാമെന്ന് വിചാരിച്ച് അങ്ങനെ അത് കണ്ടു തീർത്തു. ഇപ്പോഴത്തെ മൂവീനെക്കാട്ടും പഴയ മൂവിയൊക്കെയാണ് എനിക്കിഷ്ടം. പിന്നെ തുണിയൊക്കെ വാഷിംഗ് മെഷീനിലിട്ട് ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു. വീക്കിലി ഞാൻ ഫ്രിഡ്ജ് നന്നായിട്ട് ക്ലീൻ ചെയ്യാറുണ്ട്. അതുകൊണ്ട് അത്ര വൃത്തികേടായിട്ടൊന്നും കിടക്കാറില്ല. ഇന്നലെ വയ്യാത്തതുകൊണ്ട് സാധനം വാങ്ങി അതേപോലെ തന്നെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ കയറ്റിയതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെക്കാമെന്ന് വിചാരിച്ചു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് സ്ട്രോബെറി എടുത്ത് കഴിച്ചു. ഇന്നത്തെ ലഞ്ചിന് സ്വീറ്റ് കോണും പിന്നെ കുറച്ച് ആപ്പിളും ആണ് കഴിച്ചത്. അങ്ങനെ കുറേ നേരം ആലോചിച്ച് കുളിക്കണ്ടേ എന്നുള്ള കാര്യം. അവസാനം ഒരു തീരുമാനത്തിലെത്തി അങ്ങ് കുളിച്ചേക്കാന്ന്. കാരണം പനിയൊക്കെ കഴിഞ്ഞ് ഒന്ന് സ്വെറ്റാവുമല്ലോ, അപ്പോൾ പിന്നെ തലയൊക്കെ നല്ല സ്വെറ്റായ മാതിരി തോന്നും. അതുകൊണ്ട് കുറച്ച് എണ്ണയൊക്കെ തേച്ച് പെട്ടെന്ന് തന്നെ കുളിക്കാൻ വിചാരിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഒരു മാഷ്മെല്ലോ കഴിച്ചു. പിന്നെ കുറച്ച് എന്തൊക്കെയൊക്കെ കഴിക്കുന്നുണ്ട്. കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു പ്രത്യേക സുഖം. കുളി കഴിഞ്ഞതുകൊണ്ടാണോ എന്നറിയില്ല, ചെറുതായൊരു വിശപ്പ് അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്ത് കഴിക്കുന്ന ആലോചിച്ച് നിന്നപ്പോഴാണ് കോൺഫ്ലെക്സ് ഉണ്ടല്ലോ എന്ന് ഓർമ്മ വന്നത്. ഒട്ടും വൈകില്ല, കിച്ചണിൽ പോയി പാലെടുത്ത് തിളപ്പിച്ചു. അതിലേക്ക് ഈ സാധനം അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഇത് ചുമ്മാ വെറുതെ ഇരുന്ന് കഴിക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആക്ച്വലി പാലിട്ട് കുടിക്കുന്നതിനെക്കാട്ടും വെറുതെ ഇരുന്ന് കഴിക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അതൊക്കെ കഴിച്ച് വയറൊക്കെ ഏകദേശം ഫില്ലാക്കി വിട്ടു. ഡിന്നറിന് ഇന്ന് ബ്രോസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് അത് കുശാലാക്കി.